അൽഹംദുലില്ലാഹ്. അങ്ങനെ ഹിറാ പർവ്വതങ്ങളിലെത്തി. ജബലന്നൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ച മലയായ ജബലന്നൂർ ഹിറാ പർവ്വത മുകളിലുള്ള ഗുഹ കാണുന്നതിന് വേണ്ടി ജബലന്നൂറിലെത്തിയിരിക്കുകയാണ്. മക്കയെ മൊത്തം കാണാൻ പറ്റുന്ന രൂപത്തിൽ നല്ല കാഴ്ചയാണ് ജബലന്നൂറിൻ്റെ മുകളിൽ. കഅബാലയം കണ്ടിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് അവിടെ ക്ലോക്ക് ടവർ വന്നതുകൊണ്ട് കഅബ കാണാൻ പറ്റുന്ന രൂപത്തിലല്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 വർഷത്തോളം കയറി ഇരുന്ന, പലപ്പോഴും ഇറങ്ങുകയും കയറുകയും ചെയ്ത പുണ്യമാക്കപ്പെട്ട ഇജാബത്തുള്ള സ്ഥലമാണ് ഹിറാ പർവ്വതം. മാഷാ അല്ലാഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കി വിടുമ്പോൾ ആകാശനിവാസികളായ മലക്കുകൾക്ക് വേണ്ടി അല്ലാഹു പണി തീർത്ത ബൈത്തുൽ മഅമൂർ, അതിൻ്റെ നേരെ താഴ്ഭാഗത്തായി ആദം സന്തതികൾക്ക് വേണ്ടി മലക്കുകളാൽ നിർമ്മിച്ചതാണല്ലോ വിശുദ്ധ കഅബ. ആ കഅബാലയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ പണിയുമ്പോൾ അതിൻ്റെ ശിരവാകിയത് ലോകത്തെ 5 മലകളിൽ നിന്നാണ്. അതിലൊരു മലയാണ് മക്കയിലെ ഏകമല ജബലന്നൂർ, ലുബ്നാന്, ഖാസിയൂണ്, അതുപോലെ തൂരിസീന. അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട 5 മലകളിൽ പ്രസിദ്ധമായ മലയാണ് ജബലന്നൂർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ പലപ്പോഴും ഒരുപാട് സമ്പത്തുമായി മലമുകളിൽ വരികയും അങ്ങനെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി മക്കത്തെ പാവപ്പെട്ട ജനങ്ങളും കയറി വരാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം. അങ്ങനെ മക്ക നിവാസികൾക്ക് മുഴുവനും സ്വതക്ക നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാർ. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മലമുകളിൽ ഇരിക്കുമ്പോഴാണ്, ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്താണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റഅ്, വായിക്കുക, മാ അന ബിഖാരിഇൻ, എന്തൊന്നാണ് ഞാൻ വായിക്കേണ്ടത്? ഒരു കലാലയത്തിൽ പോയുള്ള ഒരു അറിവെനിക്കില്ല. എന്തൊന്ന് എന്ന അർത്ഥം മാ ഇസ്തിഫാമിൻ്റെ മായനക്കോ നഫീൻ്റെ മായനക്ക് അറിയില്ല എന്നാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം അറിയുന്നവരാണ്. അതേ സമയത്ത് ഒരു കലാലയത്തിൽ പോയുള്ള അറിവില്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുക്കുന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുത്ത് ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ, ആദ്യ വഹയ് അവതരിക്കുകയാണ്. അതോടെ നബിയാവുകയാണ്. ആ ഗുഹയാണ് കാണുന്നത് താഴ്ഭാഗത്ത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ പ്രവാചകത്വത്തിൻ്റെ ഭാരമോർത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വരെ ബാധിച്ചു. എന്തിനും സമാധാനിപ്പിക്കാറുള്ള, ക്ഷമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാറുള്ള ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അരികിലേക്ക്, ഭാര്യയുടെ അരികിലേക്ക് ചൊല്ലുന്നു, തങ്ങൾ വിഷമിക്കേണ്ടതില്ല, തങ്ങൾ അനാഥ സംരക്ഷകനാണ്, യതീമുകളെ വിധവകളെ തലോടുന്നവരാണ്, അതുകൊണ്ട് തങ്ങൾക്കൊന്നും വരില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലേക്ക് പിന്നെയും വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന വചനങ്ങളുമായി. അങ്ങനെ 23 വർഷം കൊണ്ട് അവതരിച്ച അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ആ ഖുർആനിൻ്റെ പവിത്രമായ അവതരണം കൊണ്ട് ബറക്കത്തായ മല അതാണ് ജബലന്നൂർ. ഇൻഷാ അല്ലാഹ് ഹിറാ പർവ്വതം. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ.
ഇവിടെ കാണുന്നവർക്കൊക്കെ ഇവിടെ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ.